കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്മിതാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ കണ്ണൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുകയാണ്. കൂടുതൽ മുഖവുര ഇല്ലാതെ നമുക്ക് വീഡിയോ കാണാം. എല്ലാവരും വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കിടാൻ മറക്കരുത്. കൊച്ചിൻ ബേക്കറിയും ബ്രൗണീസും വേൾഡ് റെക്കോർഡിലേക്ക്. ബ്രൗണീസിന്റെ മധുരിക്കും ചരിത്രം ഗിന്നസ് റെക്കോർഡിലേക്ക്. കണ്ണൂരുകാർക്ക് ഇത് അഭിമാന നിമിഷം. കണ്ണൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 730 അടി നീളമുള്ള ബ്രൗണി എന്ന ഭീമൻ കേക്ക് നിർമ്മിച്ചുകൊണ്ട് കൊച്ചിൻ ബേക്കറിയും ബ്രൗണീസും വേൾഡ് റെക്കോർഡിൽ ഇടം നേടി. ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള മാർച്ച് 26 ഞായറാഴ്ച ഔപചാരികമായി ബ്രൗണി കേക്ക് അനാച്ഛാദനം ചെയ്തു. 2200 കിലോഗ്രാം ഭാരവും 1 അടി വീതിയും 4 സെന്റിമീറ്റർ ഉയരവും വരുന്ന കേക്ക് നിർമ്മിച്ചിരിക്കുന്നത് മെൽറ്റഡ് ചോക്ലേറ്റും അണ്ടിപ്പരിപ്പും വെജിറ്റബിൾ ഓയിലും ചോക്ലേറ്റ് ബട്ടർ എന്നിവ ചേരുവകളായി ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത് ഉടൻ തന്നെ വേൾഡ് റെക്കോർഡ് ആയി പ്രഖ്യാപിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഞങ്ങൾ അല്പം വൈകിയാണ് ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ എത്തിയതെങ്കിലും മറ്റു പലരും പതിയെ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. ആയിരത്തി 1986 MP അച്യുതൻ എന്നവരുടെ മകൻ MP രമേശ് കൊച്ചിൻ ബേക്കറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആയിരത്തി 1936 MP അച്യുതൻ കൊച്ചിൻ ബേക്കറി ആരംഭിച്ചു. ഇതിനു മുൻപും കൊച്ചിൻ ബേക്കറി വ്യത്യസ്തങ്ങളായ കേക്കും മറ്റു പലതരം ബേക്കറിപ്പന്നങ്ങളും നിർമ്മിച്ചുകൊണ്ട് അവരുടെ കസ്റ്റമേഴ്സിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മാമ്പള്ളി ബാപ്പുവിന്റെ 4ാം തലമുറയിൽപ്പെട്ട MP രമേശ് 2004 ബ്രൗണീസ് ബേക്കറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ബേക്കിംഗ് പാരമ്പര്യം നിലനിർത്തി ബേക്കിംഗ് രംഗത്ത് വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ട് റെക്കോർഡുകൾ ഭേദിച്ചു മുന്നോട്ട് കുതിക്കുന്നു ഈ കുടുംബം. Please do watch, enjoy and give your valuable feedbacks. Don't forget to subscribe to Smithas vlog.